നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം പൂരം നക്ഷത്രത്തെക്കുറിച്ചാണ്. പൂരം നക്ഷത്രക്കാരുടെ 2026 വർഷം മാർച്ച് 1 മുതൽ 15 വരെ ഇവർക്ക് ഇന്ത്യൻ അസ്ട്രോളജി പ്രകാരം ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇവരുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളും ജ്യോതിഷപരമായിട്ടുള്ള വിശകലനവും ഒക്കെയാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ ഈ ഫലങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ പൂരം നക്ഷത്രക്കാര് മാർച്ച് മാസം ആദ്യ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യമൊക്കെ മറന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്കൊക്കെ പോകുന്ന, അല്ലെങ്കിൽ ഒരു ഹിതമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമൊക്കെ നിങ്ങളിൽ നിന്ന് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ചില കാര്യങ്ങൾക്കൊക്കെ, ചില ലക്ഷ്യങ്ങൾക്കൊക്കെ നിങ്ങൾ വളരെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലൊരു മാറ്റവും വ്യതിയാനവും ഒക്കെ ഉണ്ടാകുന്നത്. അത് ചില സുഹൃത്ത് ബന്ധങ്ങളിലൂടെയും അല്ലെങ്കിൽ ചില അവിഹിതമായിട്ടുള്ള കൂട്ടുകെട്ടുകളിലൂടെയും ഒക്കെയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ 1 മുതൽ 3 വരെയുള്ള 3 ദിവസങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധയോടെ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. നിങ്ങളുടെ ഭാവിയിലേക്ക് വളരെ നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാനും ജീവിതമൊക്കെ കാഴ്ചവെക്കാനും ഈ 3 ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റും. നമ്മളുടെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു നിമിഷം മതി നമ്മളുടെ ജീവിതത്തിന്റെ മൊത്തം ഫലങ്ങൾ മാറി മറിയാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ 3 ദിവസം ഒന്ന് ശ്രദ്ധിക്കണം. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതിയാകുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. നിങ്ങൾ പലരെയും അമിതമായിട്ട് വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് ഈ പൂരം നക്ഷത്രക്കാര്. ആ വിശ്വാസം നിങ്ങളെ അവസാനം കൊണ്ടുചെന്നെത്തിക്കുന്നത് ചില വഞ്ചനകളിലേക്കാണ്. അതുപോലെ ഒരു വഞ്ചനയാണ് ഇവിടെയും കാണുന്നത്. അതുകൊണ്ട് വിശ്വാസം എത്രയുണ്ടെങ്കിലും ആര് എന്ത് പറഞ്ഞാലും അത് 1-2 പ്രാവശ്യം ആലോചിച്ച് അതിന്റെ വരുംവരായികളെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ മുന്നിട്ടിറങ്ങുക. നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും മറന്നുപോയില്ല. നിങ്ങളെല്ലാവരും ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഈ പൂരം നക്ഷത്രക്കാർക്ക്. നിങ്ങൾക്ക് ഇന്നത് നേടണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നടത്ത് എത്തണം, അല്ലെങ്കിൽ ഈ ലക്ഷ്യത്തിൽ നിന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു രീതിയിൽ പോകുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും പൂരം നക്ഷത്രക്കാര്. അതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ വ്യതിചലിച്ചു പോകരുത്. ഷെയർ ബിസിനസ് ഒക്കെ ചെയ്യുന്നവര് ഒന്ന് ശ്രദ്ധിക്കണം. പാർട്ട്നർസിനൊക്കെ ഒരു ചെറിയ വിശ്വാസക്കുറവൊക്കെ തോന്നുവാനുള്ള സാധ്യതയുണ്ട്. അതുണ്ടാവാൻ പാടില്ല. ഈ മാർച്ച് 5-ാം തീയതി മുതൽ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. ഭവനമൊക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പറ്റിയൊരു സമയമാണ്. ഭവനമില്ലാത്തവരൊക്കെ ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭവനത്തിന് വേണ്ടിയുള്ള പ്രാരംഭ നടപടികളൊക്കെ ആരംഭിക്കാൻ കഴിയുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുന്നതാണ്. വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ അത് മാറിക്കിട്ടുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗുണഫലങ്ങൾ ഏറെയുള്ള ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല ഉന്നത മാർക്കോടുകൂടി വിജയം ഉണ്ടാകുന്നതാണ്. പൂരം നക്ഷത്രക്കാർക്ക് കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഒരു അനുകൂല ഫലം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രണയത്തിലൊക്കെ അകപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ നടക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ വിവാഹമൊക്കെ തീരുമാനിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതമൊക്കെ കൂടുതൽ സുഖകരവും സന്തോഷകരവുമാകുന്നതാണ്. ഗ്രഹാന്തരീക്ഷം വളരെ ശാന്തമാകുന്നതാണ്. നിങ്ങൾക്ക് ഈ 5-ാം തീയതി മുതൽ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകുന്നതാണ്. ഈ 5-ാം തീയതി മുതലുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ 1, 2, 3 എന്ന തീയതികൾ വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ശാന്തതയും സമാധാനവും എല്ലാം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ശത്രുശല്യമൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ കൂടുതൽ ഉത്കണ്ഠയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം വിജയത്തിലേക്ക് തന്നെ കലാശിക്കുന്നതാണ്. ഒന്നിലധികം അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾ ഇവിടെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അകപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വിദേശ ജോലിയൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിൽ നിൽക്കണമെന്നുള്ള ഒരു സാഹചര്യമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് നല്ലതായിരിക്കും. കാരണം വിദേശ ജോലിക്കൊക്കെ പോകുന്നത് വളരെ നല്ലതായിരിക്കും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ നമ്മൾക്ക് ചില കാര്യങ്ങളൊക്കെ നേടാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിലേതാണ് വേണ്ട എന്ന് വെക്കേണ്ടതെന്നുള്ള തീരുമാനം നിങ്ങളുടെയാണ്. കർമ്മം ചെയ്യേണ്ടത് നിങ്ങളാണ്, ഫലവും നിങ്ങളാണ് അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് യുക്തമായിട്ടുള്ള തീരുമാനമെടുക്കുക. നിങ്ങൾക്ക് ഉള്ളില് ഉണ്ടായിരുന്ന ഒരു ഭയം, നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് എന്തിനെയോ ഒന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ടായിരുന്നു. ആ ഭയമൊക്കെ മാറി കിട്ടുന്നതാണ്. ആ ഭയത്തിന്റെ കാര്യമില്ല എന്ന് നിങ്ങൾ വളരെ തെളിവോടുകൂടി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട്. ഈ മാർച്ച് 14-ാം തീയതി 15-ാം തീയതി നിങ്ങൾ വാഹന
ഉപയോഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സ്വന്തമായിട്ട് വാഹനമൊക്കെ ഉള്ളവരൊന്ന് ഓടിക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ ഒടിവ്, ചതവുകള്, മുറിവുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വലുതായിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും നമ്മളൊന്ന് കരുതിയിരിക്കുക എന്നുള്ളതാണ്. ഈ പൂരം നക്ഷത്രക്കാർക്ക് മാർച്ച് 1, 2, 3, 14, 15 ഈ ദിവസങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഈ സമയത്ത് നിങ്ങൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിലാണോ, ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിലും ദൈവത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടാകണം. കാരണം താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാഗ്യം എന്നൊരു സംഭവം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അതോടെ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതാണ്. നമുക്കെല്ലാവർക്കും നമ്മളുടെ ജീവിതത്തില് ഒരു പരിധിവരെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. എല്ലാത്തിനെയും വിധി എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ നമ്മളുടെ പ്രവർത്തനവും പ്രാർത്ഥനയും കൊണ്ട് പല കാര്യങ്ങളും നമ്മൾക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഏറ്റവും പുണ്യപ്രവൃത്തിയായിട്ടുള്ള അന്നദാനം അത് വേണ്ടപ്പെട്ട ഒരാൾക്കെങ്കിലും ചെയ്യുക. വേണ്ടപ്പെട്ട ഒരാൾ എന്ന് പറയുമ്പോൾ ഈ അന്നദാനത്തിന് അർഹനായിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരാൾക്ക് വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ ആർക്കും കഴിയും. പക്ഷേങ്കിൽ ഇതിന് അർഹതയുള്ള ഒരാളെ കണ്ടെത്തുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരാളെ കണ്ടെത്തി ഭക്ഷണം നൽകുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.